നമസ്കാരം. വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, ലോകം കണ്ട ഏറ്റവും മഹാനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്നു. ഗവർണറിൽ നിന്നും അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായിട്ട് പി വി നരസിംഹറാവു കണ്ടെത്തി അദ്ദേഹത്തെ പി വി നരസിംഹറാവിൻ്റെ മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയാക്കി. അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഉദാരവൽക്കരണം ഉൾപ്പെടെയുള്ള വളരെ വലിയ മാറ്റങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് എന്ന് നമുക്കറിയാം. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഗാന്ധി കുടുംബത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായി മാറുകയും ഒന്നാം യു പി എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം വരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. രണ്ടാം യു പി എ സർക്കാരിലും അദ്ദേഹം തന്നെയായിരുന്നു പ്രധാനമന്ത്രി. ഈ രാജ്യത്തിന്, അതായത് ലോകം മുഴുവൻ വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന സമയത്തും അതിനെല്ലാം അതിജീവിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കിയ ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഒന്നാം യു പി എയുടെ കാലഘട്ടത്തിൽ ഇന്ത്യ വളരെയധികം മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സമയത്ത് മൻമോഹൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് CPM-ഉം CPI-യും നടത്തിയ രാഷ്ട്രീയ നീക്കം, ഈ രാഷ്ട്രീയ നീക്കത്തിലൂടെ CPIM-ഉം CPI-യും ഇല്ലാതായി മാറി ഇന്ത്യയിൽ എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം അന്ന് സോമനാഥ് ചാറ്റർജി ലോക്സഭാ സ്പീക്കറായിട്ടിരിക്കുന്നതും തുടർന്ന് സോമനാഥ് ചാറ്റർജിക്കെതിരെ CPM നടത്തിയിട്ടുള്ള ആരോപണങ്ങളും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് എനിക്കൊന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ CPM-നകത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇതിന് ശേഷവും അദ്ദേഹം CPM-കാരനെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറാനോ ഒന്നും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അദ്ദേഹമായി തന്നെ ഒരു സഖാവായി തന്നെ അവസാനിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ കണ്ടത്. പക്ഷെ അദ്ദേഹം നിശിതമായ വിമർശനങ്ങൾ അന്ന് CPM-ന്റെ ദേശീയ നേതൃത്വത്തിനെതിരെയും ബംഗാൾ ഘടകത്തിനെതിരെയും ഒക്കെ ഉയർത്തിയിരുന്നു എന്നുകൂടി നമ്മൾ കാണണം. അപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നും ആദരിക്കപ്പെടേണ്ടുന്ന, ലോകം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു, ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു, വളരെ സൗമ്യശീലനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ നമ്മൾ മൻമോഹൻ സിംഗിൻ്റെ മരണത്തിലുള്ള എല്ലാ ആദരാഞ്ജലികളും നമ്മൾ അദ്ദേഹത്തിന് അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാതെ പോകാൻ സാധിക്കത്തില്ല. കാരണം കേരളം ഇന്ന് ഭരിക്കുന്നത് CPIM ആണ്. ഈ CPIM ദേശീയ തലത്തിൽ എങ്ങനെ തകർന്നടിഞ്ഞു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ആരംഭം ഒന്നാം UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതിലൂടെ ആണ് എന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ചർച്ച മുമ്പോട്ട് പോകാം എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് സാറിനെ കുറിച്ച് പറയാനുള്ളത്? സിബി ആദ്യം പറഞ്ഞൊരു സംഭവം ഉണ്ടായി. അത് ലോകത്തിൽ അറിയപ്പെടുന്ന 100 ശാസ്ത്രജ്ഞന്മാരെ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ എടുത്താൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നുള്ള നമ്മൾ കാണണം. ലോകം ഏറെ അത്ഭുതത്തോടു കൂടിയാണ് മൻമോഹൻ സിംഗിൻ്റെ ഓരോ നയങ്ങളെയും നിരീക്ഷിച്ചിരുന്നത്. നമുക്കറിയാം, ഈ ഇടതുപക്ഷ സർക്കാർ ഒന്നാം UPA സർക്കാരിന് പിന്തുണ നൽകുന്ന സമയത്ത് 63 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. 63 സീറ്റുകൾ LDF-നുണ്ടായിരുന്നു. ഇതിൽ CPM, CPI, ഫോർവേഡ് ബ്ലോക്ക്, അതുപോലെ തന്നെ RSP, ഇത്രയും സംഘടനകളാണ് കാലത്ത് ഈ LDF എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ പ്രശ്നാധിഷ്ഠിത പിന്തുണയാണ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയിൽ ചേരാൻ ഞങ്ങളില്ലെന്നും, പക്ഷേ ഞങ്ങൾ പറയുന്ന ഒരാളെ സ്പീക്കറാക്കണം, ലോക്സഭ സ്പീക്കറാക്കണം എന്നുള്ള നിർദ്ദേശം വയ്ക്കുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നില്ലല്ലോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്, സോണിയാഗാന്ധി ആയിരുന്നു. പക്ഷേ സോണിയാഗാന്ധിക്കെതിരെ അന്ന് PS സാഗ്മ ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും പിന്നീട് അത് BJP നേതാക്കന്മാർ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരു വിദേശി ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാനുള്ള നീക്കം എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ചു. അതായത് വിദേശാധിപത്യത്തിനെതിരെ സമരം ഉണ്ടാക്കിയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായ, അതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ്സുകാർ തന്നെ പിന്നീട് ഒരു വിദേശിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി നീക്കം നടത്തുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചത്. അതോടുകൂടി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഞാൻ ഇല്ലെന്നും ഞാൻ ഒരു സാധാ MP ആയിട്ട് തുടർന്നോളാം എന്നുള്ള ഒരു പ്രഖ്യാപനം സോണിയാഗാന്ധി നടത്തിയോടുകൂടിയാണ് ഏറ്റവും വിശ്വസ്തൻ എന്ന് പറയുകയും അതേസമയം ഒരിക്കലും പൊളിറ്റിക്കൽ ജാടകളൊന്നുമില്ലാതിരുന്ന, അത്തരത്തിലുള്ള ഒരു തരത്തിലും കുതന്ത്രങ്ങളുടെ ഒന്നും ഭാഗമല്ലാതിരുന്ന മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാവുന്നത് ഈ രാജ്യത്തിൽ തന്നെ, ഇന്ത്യക്ക്, ഈ ലോകത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിന് വലിയ സ്വീകാര്യത കിട്ടുന്ന ഒരു തീരുമാനമായിരുന്നു എന്ന് കാണണം. നമുക്ക് 2 തരത്തിലാണ് നമ്മുടെ രാജ്യത്തിന് സ്വീകാര്യത കിട്ടത്. ഒന്ന്, അബ്ദുൽ കലാം നമ്മുടെ പ്രസിഡന്റായി വന്നതും അതുപോലെ തന്നെ ലോകം ഏറെ ബഹുമാനിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയതാണ്. ആ കാലമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സുവർണകാലം
എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പൊ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഒരു വലിയ സാമ്പത്തിക ശക്തിയൊന്നും അല്ലാതിരുന്ന ഇന്ത്യയെ എങ്ങനെയാണ് ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറ്റിയത്, അതുപോലെ തന്നെ ആണവ ശക്തിയായി എങ്ങനെയാണ് മാറ്റിയതെന്നൊക്കെ പഠിക്കുമ്പോൾ സമയത്താണ് നമുക്ക് മനസ്സിലാവുക മൻമോഹൻ സിംഗ് എന്ന വലിയ ദീക്ഷണാശാലിയായ ഒരു നയതന്ത്രജ്ഞന്റെ കൃത്യമായ ഇടപെടലിലൂടെയാണ് ഇന്ത്യ ഇന്നീ കാണുന്ന തരത്തിലേക്ക് മാറിയെന്നുള്ളത്. അല്ലാണ്ട് നിർമ്മലാ സീതാരാമൻ എന്നും പറയുന്നത് പോലെ ഈ 10 വർഷം കൊണ്ട് മോദിയുടെ പ്രഭാവം കൊണ്ടൊന്നും അല്ല ഈ രാജ്യം ഇത്രയും വലിയ വളർന്ന് വികസിച്ചതെന്നും നമ്മുടെ രാജ്യം വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നതും എന്നൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് മൻമോഹൻ സിംഗിന്റെ ഭരണകാലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സുവർണകാലം എന്ന് തന്നെ രേഖപ്പെടുത്തേണ്ടത്. ഇപ്പൊ ഒന്നാം മൻമോഹൻ സിംഗിന്റെ അല്ലെ UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തകർച്ചയുടെ തുടക്കം എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം അവർ ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം ഇന്ത്യ ആണവ കരാറിൽ അമേരിക്കയുമായി ഒപ്പിടാൻ വേണ്ടി തീരുമാനിക്കുന്നു. അന്ന് ഇവിടെയുള്ള ഇടതുപക്ഷങ്ങൾ മൊത്തം മൻമോഹൻ സിംഗ് സർക്കാരിനുള്ള പിൻവലിക്കുക മാത്രമല്ല അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഈ 24ലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യയിൽ ആകെ CPMന്റെ ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ്. അക്കാലത്ത് 3 സ്റ്റേറ്റുകളിൽ ഭരണം ഉണ്ടായിരുന്ന പാർട്ടിക്ക് ഇന്ന് കേരളത്തിൽ മാത്രമാണ് ഉണ്ടായത് നമ്മൾ കാണേണ്ടത്. ഇപ്പൊ ത്രിപുര എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം പിന്നെ ഇന്ത്യ എങ്ങനെയാണ് ഇത്രയും വലിയ ശക്തിയായതെന്ന് പരിശോധിക്കുകയും ഒപ്പം തന്നെ ഇന്ത്യയിൽ ഈ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം എങ്ങനെയാണ് ഇത്രയും ദുർബലമായെന്ന് പരിശോധിക്കുന്ന നമുക്കറിയാം. CPM കൈക്കൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള ഏറ്റവും വികലമായ രാഷ്ട്രീയ നയമാണ് അവരെ ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് നമ്മൾ കാണേണ്ടത്. ഇപ്പൊ യഥാർത്ഥത്തിൽ CPMന് ഒറ്റ അംഗമാണ് ഉള്ളത് എന്ന് ഞാൻ പറയും. കാരണം കേരളത്തിൽ നിന്നുള്ള ഒറ്റ അംഗം മാത്രമാണ് CPM അംഗമായിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങൾ രാജസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന അംഗങ്ങൾ കോൺഗ്രസിന്റെ കൂടി പിന്തുണയോടുകൂടി വന്നവരായതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായും ഒരു CPMന്റെ സാങ്കേതികമായി CPMന്റെ MP ആണെങ്കിൽ പോലും ഈ കോൺഗ്രസിന്റെ ദയയോടുകൂടി വന്നവരാണ് എന്ന് മനസ്സിലാക്കണം. കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി അന്ന് ഇവർ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നയം രൂപീകരിച്ചില്ലായിരുന്നെങ്കിൽ, അല്ല അത്തരത്തിലൊരു നയത്തിലൂടെ അല്ല പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ മൂന്നാമതും മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നേനെ നമ്മൾ കാണണം. ഇപ്പൊ രണ്ടാം മൻമോഹൻ സിംഗിന്റെ കാലത്ത് മൻമോഹൻ സിംഗിന്റെ എന്തെങ്കിലും നയപരമായ പ്രശ്നങ്ങളായിരുന്നില്ല ഭരണത്തിൽ നിന്ന് പോകേണ്ടി വന്നത്. ഘടകകക്ഷികൾ, അതായത് DMK പോലുള്ള ഘടകകക്ഷികൾ, നമുക്കറിയാലോ 2G സ്പെക്ട്രം അഴിമതിയൊക്കെയായി ബന്ധപ്പെട്ട് രാജിയൊക്കെ നടത്തിയ കനിമൊഴിയൊക്കെ നടത്തിയിരുന്ന വലിയ അഴിമതി, ഖനി കുംഭകോണം, അത്തരത്തിലുള്ള വിവിധങ്ങളായ ഈ അഴിമതി ആരോപണങ്ങളാണ് യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗ് സർക്കാരിനെ തകർക്കുകയും BJPക്ക് ഇവിടെ വളരാനുള്ള സാഹചര്യം ഒരുക്കിയത് നമ്മൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് DMKക്കെതിരെയൊക്കെ നടപടി സ്വീകരിക്കാതെ ആ കേസിനെയൊക്കെ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അധികാരവർഗത്തിലിരിക്കുന്ന ആളുകൾ സ്വാധീനിക്കുന്ന പോലെ മൻമോഹൻ സിംഗ് ഒരു അന്വേഷണ ഏജൻസികൾക്ക് മേലും കൂച്ചുവിലം കിട്ടില്ല എന്ന് നമ്മൾ കാണണം. അങ്ങനെ ഒരു കൂച്ചുവിലം ഇട്ടിരുന്നുവെങ്കിൽ ഈ 2G സ്പെക്ട്രം, കാരണം അവർ ഭരിക്കുന്ന സമയത്താണ്, UPA ഭരിക്കുന്ന സമയത്താണ് 2G സ്പെക്ട്രത്തിന് മേൽ അന്വേഷണം നടന്നതും ഈ രാജിയും കനിമൊഴിയും ഒക്കെ ജയിലിൽ പോയതെന്ന് നമ്മൾ കരുതണം. പക്ഷെ മറിച്ച് ഇന്ന് ഈ NDA മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അന്വേഷണ സ്വാധീനിക്കപ്പെടുകയും അവർ ഒരു കാരണവശാലും കുറ്റവാളിയാക്കപ്പെടുകയോ അവർ ശിക്ഷിക്കപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. അത്രയും എന്താ പറയുക, സ്വതന്ത്രമായിട്ട് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികളും ഇന്ത്യയുടെ നിയമ സംവിധാനങ്ങളും ഒക്കെ സുതാര്യമാക്കണം എന്ന് ചിന്തിച്ചൊരു പ്രധാനമന്ത്രി കൂടിയായിരുന്നു ഇദ്ദേഹം എന്ന് വേണം കരുതേണ്ടത്. പിന്നെ സാർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് CPMന് ആകപ്പാടെ ഒരേ ഒരു MP മാത്രമേ ഉള്ളൂ. അത് കേരളത്തിൽ നിന്നുള്ള MP ആണ്, K രാധാകൃഷ്ണനാണ്. മറിച്ച് ബാക്കി കേരളത്തിന് പുറത്തേക്ക് എവിടെ പോയി കഴിഞ്ഞാലും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ട് തന്നെയാണ് CPM വിജയിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. തമിഴ്നാട്ടിൽ നിന്ന് 2 MPമാരുണ്ട്. അവിടെ MK സ്റ്റാലിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ട് തന്നെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളതെന്നുള്ള മനസ്സിലാക്കുക. പക്ഷെ ഇവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ഈ ആണവ കരാറിനെതിരെ സമരം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു വിനോദം പോലെയായിരുന്നു CPMന്. കാരണം അവരുടെ DYFI ആണെങ്കിലും SFI ആണെങ്കിലും CPM ആണെങ്കിലും എന്താണ് ആണവ കരാർ എന്നുള്ള ഒരു കരട് രേഖ പോലും പുറത്തു വരുന്നതിന് മുമ്പ് ഇവർ സമരം ആരംഭിച്ചു എന്നുള്ളതാണ് സത്യം. ഇവർക്ക് അതിലറിയില്ല ആണവ കരാർ എന്താണെന്ന് ഇവർക്ക് അറിയില്ല. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അവർ പറഞ്ഞ ആണവ കരാർ അത് ഇന്ത്യ നശിപ്പിക്കും, ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ രാജ്യ സുരക്ഷയെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടി തപ്പുന്നല്ലാതെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിക്കോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയ്ക്കോ ഒന്നും CPM മുതിർന്നിട്ടില്ല. അന്ന് CPM ഉന്നയിച്ചിരുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ഇന്ത്യയെ അടിയറ വയ്ക്കുന്നു എന്നായിരുന്നു. മൻമോഹൻ സിംഗിന്റെ സർക്കാർ അടിയറ വയ്ക്കുന്നു എന്നും മൻമോഹൻ സിംഗിന്റെ ഈ ആണവ കരാറിലേക്ക് പോകാൻ
കൊണ്ടുവരാനുള്ള ഈ നീക്കം യഥാർത്ഥത്തിൽ രാജ്യത്തിന് വലിയ ദുരന്തമായി മാറും എന്നാണ് ഇവർ അവകാശപ്പെട്ടിരുന്നത്. നമ്മൾ 24-ല് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഈ കേരളത്തിലെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആണവ നിലയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ട് വൈദ്യുതി വകുപ്പ് ഇത്തരത്തിലുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നു. അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റാണ് ഇവിടെ ഭരണത്തിലിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം ഇപ്പൊ യുറേനിയം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സഖ്യകക്ഷികളിൽ നിന്ന് യുറേനിയം വാങ്ങിക്കുക എന്നതായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാന. അത് സാധ്യമായി എന്നുള്ളതാണ്. മൻമോഹൻ സിംഗിന്റെ കാലത്ത് അത് അത്തരത്തിലൊരു കരാറിൽ ഒപ്പിട്ടില്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ ഇന്ന് ഒരു ആണവ ശക്തിയായി മാറില്ലായിരുന്നു. നമ്മളിൽ കാണുന്നുണ്ട് കമ്പ്യൂട്ടറിനെതിരെ മൊബൈലിനെതിരെ ഒക്കെ സമരം ചെയ്ത ആളുകളാണ് ഈ CPM. അതെ, അതുകൊണ്ട് CPM എല്ലാ കാലത്ത് ഇത്തരത്തിലുള്ള ഈ വികലമായ രാഷ്ട്രീയ നയങ്ങൾ പിന്നെ എടുക്കുകയും പിന്നീട് അവരത് തിരുത്താൻ ശ്രമിക്കുമ്പോഴേക്കും കാലം ഒരുപാട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് വിഷയം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സോമനാഥ് ചാറ്റർജിയെ ഇവർ തന്നെ നിർദ്ദേശിച്ചാണ് സ്പീക്കറാക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനോട് ഈ പിന്തുണ പിൻവലിച്ച സമയത്ത് അന്ന് നമ്മുടെ പ്രകാശ് കാരാട്ടായിരുന്നു പാർട്ടി സെക്രട്ടറി, ബർദനായിരുന്നു CPIയുടെ പിന്നെ നേതാവ്, ചന്ദ്രചൂഡനായിരുന്നു RSPയുടെ നേതാവ്. നമ്മൾ കാണേണ്ടത് ഇവരെ 3 പേരും ചേർന്ന് രാഷ്ട്രപതിയെ കണ്ട് ഈ പിന്തുണ പിൻവലിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. ആ സമയത്തും പറഞ്ഞു, ആര് എന്ത് പിന്തുണ പിൻവലിച്ചാലും ഞാൻ എൻ്റെ നയവുമായി മുന്നോട്ട് പോകും. കാരണം ഇത് രാജ്യത്തിന് വേണ്ടിയാണ്, അതായത് കോൺഗ്രസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന് വേണ്ടിയോ ഉള്ള ഒരു നയമല്ലെന്നും ഒരു സാമ്രാജ്യത്വ ശക്തികൾക്കും ഇന്ത്യയെ പിന്നെ തീരെഴുതുന്ന ഒരു നയവുമല്ല എന്നും മറിച്ച് കാലം നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് ഈ നയം എന്നാണ് അന്ന് ഇന്ന് അദ്ദേഹം ഇന്ന് അദ്ദേഹം ചലനമറ്റ് ഇന്ന് കിടക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം എത്രത്തോളം ഫോർസൈറ്റ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു എന്ന് നമ്മൾ കാണേണ്ടത്. അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയക്കാരനായിരുന്നില്ല എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൗശലവും അദ്ദേഹം എവിടെയും കാണിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്കിടയിൽ എടുത്തു വെക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ നീക്കങ്ങൾ നടത്താൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു പക്ഷേ 3-ാം തവണ ഒരു ഹാട്രിക് കൂടി പിന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നെങ്കിൽ നാം ഇന്ന് കാണുന്ന അവസ്ഥയിലായിരിക്കില്ല ഇന്ത്യ എന്ന് നമ്മൾ. ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തിയായി. ഇപ്പം മോദി പറയുന്നുണ്ട് ഞങ്ങൾ 48-ആകുമ്പോഴേക്ക് ഇന്ത്യയെ വലിയ മികച്ച ശക്തിയാക്കി മാറ്റുന്നു. അപ്പൊ അതിനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് എന്നുള്ളത് നമ്മൾ കാണണം. അത് നമ്മൾ ഇനിയെങ്കിലും ആ സത്യം മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും യഥാർത്ഥത്തിൽ എന്തായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പഠിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹം നിശബ്ദനായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിശബ്ദനായിരുന്നു ദർശകൻ, പക്ഷെ അദ്ദേഹം ജോലി ചെയ്യുകയല്ല. ഭായോ ബഹനവും എന്ന് ഒച്ചത്തിൽ പറയുന്ന അല്ല യഥാർത്ഥത്തിൽ വികസന പ്രവർത്തനമെന്നും അദ്ദേഹത്തിന് വളരെ വ്യക്തത ഉണ്ടായിരുന്നു. ഈ രാജ്യം എവിടെ ചെന്ന് നിൽക്കുമെന്നും എങ്ങനെയാണ് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ട്. ഇപ്പൊ നമുക്കറിയുന്നത് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നരസിംഹറാവുവിന്റെ സർക്കാരിൽ ധനവകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ പരുങ്ങലിലായിരുന്നു. നമ്മൾ കാണണം, ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഇന്ത്യ വളരെ ഏറ്റവും മോശാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാലത്ത് നരസിംഹറാവു അധികാരത്തിൽ വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VP സിംഗ്, HD ദേവഗൌഡ, IK ഗുജ്റാൾ, ഇങ്ങനെ 3 ചന്ദ്രശേഖർ, ഇങ്ങനെ 3-4 പ്രധാനമന്ത്രിമാർ വന്ന് ഈ രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള പ്രയാണം, ഒരു സ്ഥിരതയില്ലാത്ത 4 സർക്കാരുകൾ പോയതിനു ശേഷം വന്ന ഒരു സർക്കാരാണ്. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം വന്ന സർക്കാരാണ് PV നരസിംഹറാവുവിന്റെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ആ സമയത്താണ് ഇന്ത്യയുടെ കരുതൽ സ്വർണം പോലും കൊണ്ടുപോയി മറ്റൊരു രാജ്യത്ത് പണയം വെച്ചിട്ട്, അതെ, ഇന്ത്യയുടെ ധനസ്ഥിതി തന്നെ ഏറ്റവും പരുങ്ങലിലായിരുന്ന ഒരു അവസ്ഥയിലാണ് ഈ സർക്കാർ വരുന്നതെന്നും അവിടെയാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് മൻമോഹൻ സിംഗ് വരുന്നത്. എന്തുകൊണ്ടാണ് നരസിംഹറാവു യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ധനസ്ഥിതി വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന നരസിംഹറാവു എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ധനവകുപ്പ് മന്ത്രിയായി കൊണ്ടുവന്നത്? അദ്ദേഹം അന്ന് പിന്നെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരിക്കുന്ന സമയത്താണ് എന്നും കൂടി ആലോചിക്കേണ്ടത്. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇന്ത്യ കണ്ട മികച്ച പ്രധാനമന്ത്രിമാരിൽ മറ്റൊരാളാണ് PV നരസിംഹറാവു. ഇദ്ദേഹത്തിന് കണ്ടെത്തിയെന്നത് മാത്രമല്ല, നല്ലൊരു ഭരണാധികാരി ആയിരുന്നു PV നരസിംഹറാവു. പക്ഷെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ചില ആരോപണങ്ങൾ, സീതാറാം കേസരി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിട്ടുള്ള ചില ആരോപണങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വീണുപോയത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലുള്ള കോൺഗ്രസിലുള്ള തൊഴുത്തിൽ കുത്ത്. രണ്ടാമത് ഈ BJPയുടെ ചില വർഗീയ നീക്കങ്ങളെ നേരത്തെ തന്നെ കണ്ട് തടയാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി എന്നുള്ളത്. അദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ ബാബറി മസ്ജിദ് വിഷയങ്ങളിലൊക്കെ വ്യക്തമായൊരു നയം, എന്ത് നയം പിന്നെ പ്രഖ്യാപിക്കണം എന്നുള്ളതിൻ്റെ ഒരു വ്യക്തതയില്ലായ്മ യഥാർത്ഥത്തിൽ ഈ അന്ന് സർക്കാരിന് വലിയ തിരിച്ചടിയായിട്ട് നമ്മളിൽ കാണേണ്ടത്. അപ്പം ഈ സമയം പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ബാങ്കുകളെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് മൻമോഹൻ സിംഗ് എടുത്ത തീരുമാനം, ഇപ്പൊ റിസഷൻ വന്നു, രാജ്യത്ത് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും
വലിയ വിഷയങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്തപ്പോഴും ഇന്ത്യ പിടിച്ചു നിന്നെന്ന് പറയാൻ ബാങ്കുകളുടെ ബാങ്കുകൾ നേരത്തെ ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ചെങ്കിൽ പോലും ബാങ്കുകളുടെ ഈ പരിഷ്കാരങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി അന്ന് ധനവകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന് കഴിഞ്ഞു എന്നുള്ള. പിന്നെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കിയ വലിയ ഇടപെടലുണ്ട്. അതായത് കൂടുതൽ ആരോഗ്യ മേഖലയിലേക്ക് വലിയ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ കൂടി ഇതിനോടൊപ്പം നടത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് തയ്യാറായി എന്നുള്ള. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കുതിച്ചുകാട്ടുണ്ടായ ഒരു കാലഘട്ടം കൂടിയാണ് നമ്മൾ ഇത് കാണേണ്ടത്. അങ്ങനെ സമസ്ത മേഖലകളിലും രാജ്യം വലിയ പുരോഗതി കൈവരിച്ചു എന്നുള്ളതാണ് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്തെ നമ്മൾ കാണുന്നത്. ആ 10 വർഷക്കാലത്തെ മൻമോഹൻ സിംഗിന്റെ വളരെ കൃത്യതയോടുകൂടിയുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ മോദി സർക്കാരിന് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്താനും ഒക്കെ കഴിയുന്നത്. നമുക്ക് നോക്കൂ, ഇപ്പം ഈ ആധാർ കാർഡ് എന്നുള്ള ഒരു പിന്നെ സമ്പ്രദായം ഡിജിറ്റൽ ഇന്ത്യ ക്രിയേറ്റ് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുകയും അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തുകയും ചെയ്ത ഒരു സർക്കാർ കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്തെ സർക്കാർ എന്ന് കാണേണ്ടത്. അപ്പൊ ഇപ്പം ഈ സാമ്പത്തിക സ്ഥിതിയൊക്കെ വലിയ മെച്ചപ്പെട്ടതിന്റെ പിറകിൽ മോദിയുടെ സർക്കാരും അല്ലെങ്കിൽ ധന വകുപ്പും ഒക്കെയാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ബിജെപിയും സിപിഎം ശക്തമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. സമരം നടത്തുക, സർക്കാരിന്റെ ഇത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങൾക്കെതിരെയും സമരം നടത്തുക എന്നുള്ളത് CPM എല്ലാ കാലത്തും. പക്ഷെ ഉദാരവൽക്കരണവും ഒക്കെ നടന്നില്ലായിരുന്നെങ്കിൽ, അതായത് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ രാജ്യത്തെ വിപണി തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. നേരത്തേക്ക് ഉണ്ടായിരുന്ന വലിയ തരത്തിലുള്ള നൂലാമാലകൾ ഉണ്ടായിരുന്നു. ആർക്കും ഇവിടെ വന്ന് ഒരു വ്യവസായം തുടങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഈ നിയമക്കുരുക്കുകൾ ഉണ്ടായിരുന്നു. ഈ കുരുക്കുകളൊക്കെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് മൻമോഹൻ സിംഗ് ചെയ്ത ഏറ്റവും വലിയ. ആ സമയത്ത് പറഞ്ഞത് ഇതാ ഇന്ത്യ അവസാനിക്കുകയാണെന്ന് വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഇടതുകക്ഷികൾ ഏറ്റവും കൂടുതൽ മൻമോഹൻ സിംഗിനെതിരെ പറഞ്ഞത് അദ്ദേഹം മിണ്ടില്ല എന്നും, പക്ഷേ അദ്ദേഹം എല്ലാം വിറ്റുകൊണ്ടിരിക്കുകയാണ്, അല്ലെ തീർത്തുകൊണ്ടിരിക്കുകയാണെന്നും. യഥാർത്ഥത്തിൽ ആരാണ് ഇപ്പോൾ വിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന വിൽപ്പന ഇവർക്കൊന്നും എതിർക്കാൻ പറ്റാത്തതെന്നുള്ളതും സംശയകരമാണ്, നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം ഈ ഒരു സ്ഥാപനവും വിൽക്കാതെ തന്നെ ഈ നമ്മുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി ലോകത്തിന് മുന്നിൽ നമ്മുടെ മാർക്കറ്റ് തുറന്നു കൊടുക്കുകയാണ് വേണ്ടത് എന്ന് കൃത്യമായി പ്രഖ്യാപിക്കും. അത് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് മൻമോഹൻ സിംഗിനെ ഇന്ത്യ എക്കാലത്തും സ്മരിക്കേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുത്തതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു പ്രധാനമന്ത്രിയാണ്, ഒരു ധനമന്ത്രിയാണ് ഇന്ന് വിടവാങ്ങിയിരിക്കുന്നത് എന്നുള്ളത് വലിയ, ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടം തന്നെയാണ്. അത് വെറുതെ പറയുന്ന വാക്കുകളല്ല. പല പ്രമുഖന്മാരും മരിച്ചു പോകുന്ന സമയത്ത് പറയും അവരുടെ വിടവാങ്ങൽ ഇന്ത്യക്ക്, നമ്മുടെ രാജ്യത്തിന് വലിയ നഷ്ടമാണ്. യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗിന്റെ ഈ വിടവാങ്ങൽ വലിയ നഷ്ടം തന്നെയാണ്. അദ്ദേഹം ഒരുപാട് പ്രസംഗിച്ചിരുന്നില്ല, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇന്ത്യയെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സ്വപ്നം കണ്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം തന്നെയാണ് ഇന്ന് ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന പുരോഗതി എന്ന് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഉറക്കെ വിളിച്ചു പറയേണ്ട ഒരു സമയമാണിത്. അത് അങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് നമ്മൾ ബഹുമാനിക്കുക, അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ മരണസമയത്തെങ്കിലും CPM തങ്ങളുടെ തെറ്റുതിരുത്തിക്കൊണ്ട് ഒരു മാപ്പ് അദ്ദേഹത്തിന് മുമ്പിൽ, ഒരു റീത്തായെങ്കിലും സമർപ്പിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഏത് കാര്യങ്ങൾ വരുമ്പോഴും ഈ രാജ്യത്തിന്റെ വികസനത്തിന് കാരണമാകുന്ന പല വികസന പദ്ധതികളെയും എതിർത്തിട്ടുള്ളവരാണ് CPM എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഏതായാലും ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ അഭിമാനമായിരുന്നു. ഓരോ ഇന്ത്യക്കാരനും എവിടെ നിന്നും അഭിമാനത്തോടെ പറയാം, ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, ധനകാര്യമന്ത്രിയായിരുന്നു, റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു. ഒരിക്കൽ കൂടി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.